നമസ്കാരം. മിഷൻ 24 വാർത്തകളിലേക്ക് സ്വാഗതം. വേദിക വായനശാല നരിക്കൂട്ടുംചാലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സാഹിത്യ ക്യാമ്പ് സർഗലയം ശ്രദ്ധേയമായി. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായാണ് ഒരു ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കഥയുടെ ലോകം എന്ന വിഷയത്തിൽ മധു കടത്തനാടും, കാവ്യവഴികളിലൂടെ എന്ന വിഷയത്തിൽ ഗോപി നാരായണനും KCTP വീണയും കുട്ടികളുമായി സംവദിച്ചു. കഥകളും കവിതകളും രചിച്ചും ആലപിച്ചും കുട്ടികൾ ക്യാമ്പിനെ അവിസ്മരണീയമാക്കി. വിദ്യാർത്ഥികളിൽ അന്തർലീനമായി കിടക്കുന്ന സാഹിത്യാഭിരുചികൾ പരിപോഷിപ്പിക്കുന്നതിൽ വായനശാലകൾ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണെന്ന് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കക്കട്ടൽ പറഞ്ഞു. ശാസ്ത്ര സാഹിത്യ രംഗം ആധുനിക രംഗം വളരെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്ന ഈ വർത്തമാന കാലത്ത് ഇന്ന് വായന ശീലം നമുക്ക് പണ്ടത്തെ പോലെ ഇന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു. കാരണം അതിൻ്റെ പ്രധാന കാരണം ഒന്ന് മൊബൈലിൻ്റെ കടന്നുവരവ് വന്നതിന് ശേഷം 2 വർഷത്തിലുണ്ടായിട്ടുണ്ട്, ഗുണമുണ്ടായിട്ടുണ്ട്, ദോഷമുണ്ട്. എല്ലാ ആളുകളുടെ കയ്യിലും ഇന്ന് മൊബൈലുണ്ട്. അതുകൊണ്ട് തന്നെ വായനകൾ മൊബൈലിലൂടെ മാത്രമായി ഇരിക്കുന്ന ഒരു വർത്തമാന കാലത്തിലാണ് നമ്മളുള്ളത്. എന്നാൽ മൊബൈലിന്റെ ദുരുപയോഗം പലപ്പോഴും നമുക്ക് പ്രയാസപ്പെടുത്തുന്നുണ്ട്, പ്രത്യേകിച്ച് കുട്ടികളിൽ. ഇതിന്റെ ഗുണമെന്നുള്ളത് ഇന്ന് ലോകത്തിലുള്ള ഏത് കാര്യത്തെക്കുറിച്ചും നമ്മുടെ കയ്യിലെ മൊബൈലിലെ നമ്മുടെ വിരൽത്തുമ്പ് കൊണ്ട് ഏതിനെ കുറിച്ചും അറിയാനുള്ള ഒരു ഉപകരണമാണ് നമ്മുടെ കയ്യിലെ മൊബൈൽ. അതിന്റെ ഗുണവും അത് തന്നെയാണ്. നമ്മുടെ മൊബൈൽ സെർച്ച് ചെയ്താൽ നമുക്ക് ഏതിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒന്നാണ്. പക്ഷെ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ പണ്ടത്തെ പോലെ വായനയിലേക്ക് പുതുതലമുറ ഇന്നും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ സത്യം. അതിനെ പ്രത്യേകിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ നമ്മുടെ പ്രദേശങ്ങളിലെ വായനശാലകൾക്ക് പ്രധാന പങ്ക് ഉണ്ടായിരുന്നു. അതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലത്തെ ഈ മേഖലയിലെ പ്രധാന പങ്ക് വഹിച്ച ഒരു വായനശാലയാണ് വേദിക വായനശാല. വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളിൽ, സമൂഹത്തിൽ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളോടെ മുന്നോട്ട് പോകുന്ന ഈ താലൂക്കിലെ ഏറ്റവും വലിയൊരു വായനശാല തന്നെയാണ് വേദി. ഇതിന്റെ ഭാരവാഹികൾ പണ്ടുമുതലേ അറിയുന്ന എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളാണ്. വേദിക പ്രസിഡന്റ് JD ബാബു അധ്യക്ഷനായി. ഒരു ഉപദേശ രൂപം അല്ലെങ്കിൽ ഒരു അധ്യക്ഷ പ്രസംഗം നിങ്ങളുടെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുക ഞാൻ ഉദ്ദേശിക്കില്ല. കാരണം നിങ്ങളുടെ ഒക്കെ ഏറ്റവും കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു വളരെ നല്ലൊരു വ്യക്തിയായിരുന്ന അല്ലെ നമ്മുടെ രാഷ്ട്ര നേതാവായിരുന്ന ജവഹർലാൽ നെഹ്റു കൃത്യമായിട്ട് പറഞ്ഞിട്ട് കുട്ടികളെ ഉപദേശിക്കരുത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ പോകില്ല. ഈ ക്യാമ്പിൽ പങ്കെടുത്ത നിങ്ങൾക്ക് നേരത്തെ സ്വാഗതം ചെയ്യാം. അപ്പം എല്ലാവിധ ആശംസകളും ഞാൻ എൻ്റെ ഒരു രീതിയിലും ഈ വായനശാലയുടെ പേരിലും നൽകിക്കൊണ്ട് നമ്മൾ നേരിട്ട് ക്യാമ്പിലേക്ക് കടക്കുകയാണ്. സെക്രട്ടറി SJ സജീവ് കുമാർ. ഏകദേശം 9,000-ഓളം പുസ്തകങ്ങൾ ഈ ലൈബ്രറിയിലുണ്ട്. പ്രത്യേകിച്ചും കുട്ടികൾക്ക് പ്രാധാന്യമുള്ള പുസ്തകങ്ങളാണ് ഇവിടെയുള്ള അലമാരയിൽ ഇവിടെയുള്ളത്. തീർച്ചയായും കുട്ടികൾ അത് വായിക്കപ്പെടും, അത് വായിക്കും. വളരെ രസകരമായി കുട്ടികൾക്ക് വായിക്കാൻ ലളിതമായ രീതിയിൽ തന്നെ ഉള്ള പുസ്തകങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ തെരഞ്ഞെടുപ്പുകൾ നടത്തിയിട്ടുള്ളത്. KK രവീന്ദ്രൻ, T സുരേഷ് ബാബു, KK സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു.